ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഒരു ദിവസം രാത്രി മുതൽ പിറ്റേ ദിവസം രാവിലെ വേളയിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നിതാ രാത്രി ഞാൻ മൈദ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അരി അരക്കാണ്ടായിരുന്നു പിറ്റേന്ന് ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ചെയ്യാൻ കേട്ടോ. ഇനിയിപ്പോൾ ഊത്തപ്പത്തിനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. പിറ്റേ ദിവസം സ്കൂളും ഉണ്ട്, പിന്നെ പല്ല് ഡോക്ടറെ അടുത്ത് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും ചെയ്ത് വെച്ചാൽ രാവിലെ ഈസി ആവുമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ ചട്നിക്കുള്ള തേങ്ങ ഒന്ന് ചിരകി വെക്കുകയാണ്. തേങ്ങ ഞാൻ ഇന്നിപ്പോൾ ഒരു തേങ്ങയാണ് കേട്ടോ ഇതുപോലെ ആക്കി വെക്കണത്. ഇനിയിപ്പോൾ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഊത്തപ്പത്തേക്ക് ഞാൻ ഒരു വലിയ ഉള്ളിയും വലിയൊരു ക്യാരറ്റും പിന്നെ ഒരു പച്ചമുളകും എടുത്തിക്കണേ. പിന്നെ ഒരു റെഡ് ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ഉള്ളിയും തക്കാളിയും അതും എടുത്തിക്കണേ. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ഈ ഒരു കത്തി ഉണ്ടല്ലോ, ഇപ്പോൾ നല്ല ഓഫറിൽ 3 സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് മേടിക്കാമല്ലോ. നല്ല കത്തിയാണ് കേട്ടോ, കാണാനും നല്ല ഭംഗിയുണ്ട്. ഊത്തപ്പത്തിന് പിന്നെ ഞാൻ നല്ലോണം ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചധികം വെജിറ്റബിൾസ് നമുക്ക് ഊത്തപ്പത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ മക്കൾ വെജിറ്റബിൾസൊക്കെ കഴിക്കും ചെയ്യുമല്ലോ. അപ്പോൾ നല്ലോണം ചെറുതായിട്ടാണ് ചോപ്പ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ റെഡ് ചട്നിക്കുള്ള ആ ഒരു ഉള്ളിയും തക്കാളിയും അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ അതിൽ തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും അതുപോലെ എരിവിനനുസരിച്ചിട്ട് ഉണക്കമുളകും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നിച്ചിട്ടിട്ട് അങ്ങനെ വഴറ്റിയാൽ മതിയല്ലോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഓട്ടപ്പം അതുപോലെ തന്നെ മീൻ മുളക് ഇട്ടതുമുണ്ട്. അപ്പോൾ ഓട്ടപ്പത്തിൻ്റെ റെസിപ്പി എൻ്റെ ചില വീഡിയോകളിലൊക്കെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇതാ ഇവിടെ 1 കപ്പ് പച്ചരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1/4 കപ്പ് ചോറും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തു. പിന്നെ അതിൽ തന്നെ 1/4 കപ്പിലും കൂടുതൽ തേങ്ങയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിക്കണം കേട്ടോ. കൺസിസ്റ്റൻസി ഒരിക്കലും മാറരുത്. വെള്ളം പോലെ ആയാൽ ഓട്ടപ്പം ശരിയാവില്ല, നല്ലോണം കട്ടിയും പാടില്ല. പിന്നെ ഇതുപോലെ ഓട്ടപ്പം ചുട്ടെടുക്കുമ്പോൾ ഹോൾ ഇതുപോലെ വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മൂടി വെച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നടുഭാഗം നല്ലോണം ഒന്നായിട്ട് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഓട്ട വന്നതിന് ശേഷം മാത്രമാണ് മൂടി വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിരിക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് മീൻ മുളകിട്ടതിൻ്റെ കൂടെ കഴിക്കാൻ. ഇനിയിപ്പോൾ ഇന്ന് മത്തി മുളകിട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പഞ്ഞീന് ഞാൻ ഫ്രിഡ്ജിൽ രാത്രി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നല്ല ടേസ്റ്റിൽ കാന്താരിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നപ്പോൾ കരിവേപ്പിൻ്റെ ഇലയും കാന്താരി മുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തുക്കണേ. അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള പഞ്ഞീനും ചേർത്തു. പിന്നെ പൊടികളായിട്ട് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഇങ്ങനെ മൊരിഞ്ഞിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഇത് റെഡി ആയിക്കണം കേട്ടോ. ഇത് പാത്രത്തേക്ക് സെർവ് ചെയ്യുക. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ ഈ ഒരു കാന്താരിയൊക്കെ ഇട്ടിട്ടുള്ള പഞ്ഞീന്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവേണ്ടി. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞു. ഇനിയിപ്പോൾ പിറ്റേ ദിവസം രാവിലെ കാണാം കേട്ടോ.
ഇപ്പോൾ ഇതാ നമ്മൾ മാവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിരിക്കണം കേട്ടോ. ഇതുപോലെ രാവിലെ മാവൊക്കെ അരച്ച് വെച്ചാൽ അത് നല്ല ഇങ്ങനെ ശരിയായിട്ട് കാണുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലേ. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതിലേക്കുള്ള നമ്മൾ നോർമലായിട്ടുള്ള ചട്നി ഞാൻ റെഡിയാക്കി എടുത്തുകയാണ്. ഇനിയിപ്പോൾ അതിലേക്കുള്ള ഒരു ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ചട്നിയും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും പുളിയും ഉണക്കമുളകും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തുകയാണ്. ഇനിയിപ്പോൾ അത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴന്ന് വന്നിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കും കൂടി ചെയ്യാം. ഇനിയിപ്പോൾ ഇത് വേണമെങ്കിൽ കടുവറുക്കാം. ഞാനിപ്പോൾ ഇവിടെ കടുവറുക്കണമൊന്നുമില്ല, ഇതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മക്കൾക്ക് സ്കൂൾക്ക് ഈ ഒരു ചട്നിയാണ് കേട്ടോ കൊടുത്ത് വിടുന്നത്. ഇനിയിപ്പോൾ ഊത്തപ്പം കൂടി ഒന്ന് ചുട്ടെടുക്കുകയാണ്. ഊത്തപ്പം ഇതുപോലെ മാവ് പാർന്നിട്ട് ഡ്രൈ ആവുന്നതിൻ്റെ മുന്നേ ഇതുപോലെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ കുറച്ചധികം വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മക്കൾ കഴിക്കുമ്പോൾ അവിടെ നല്ല ഹെൽത്തി ആവും ചെയ്യും. പിന്നെ കുറച്ചധികം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നെയ്യും കുട്ടികൾക്ക് നല്ലതാണ് അവരുടെ ബുദ്ധിക്കും കാര്യങ്ങൾക്കൊക്കെ. തലേ ദിവസം ഇതുപോലെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച കാരണം രാവിലെ നല്ല ഈസിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ മക്കൾക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ സ്കൂൾക്ക് കൊടുത്ത് വിടാം. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് ടൈം ഒന്ന് മാറ്റി വെച്ചാൽ ഇതുപോലെയൊക്കെ റെഡിയാക്കിയിട്ട് വെക്കാം കേട്ടോ. പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്നുള്ള ക്ലീനിങ് തന്നെ. അപ്പോൾ ആദ്യം തന്നെ ബെഡ്റൂമിൽ നിന്ന് തുടങ്ങുകയാണ്. ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് നല്ലപോലെ വിരിച്ചിടട്ടെ. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ പല്ല് ഡോക്ടറെ അടുത്തേക്ക് പോകാണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പോകാനൊക്കെ ഉള്ള ദിവസം എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടാണ് കേട്ടോ പോവൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.